സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ കടുത്ത നടപടിയുമായി മാർപ്പാപ്പ. ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും സഭയിൽ നിന്ന് പുറത്താക്കും. 400 വൈദികർക്കെതിരെ നടപടി വേണമെന്ന് കാണിച്ച് കേരളത്തിലെത്തിയ വത്തിക്കാൻ പ്രതിനിധി മാർ സിറിൽ വാസിൽ മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് നൽകി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം? ഈ ജനാഭിമുഖ കുർബാന നടത്തും എന്നുള്ള വിമതരുടെ കടുത്ത നിലപാട്, അതിലൊരു അയവ് വന്നേക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം വത്തിക്കാൻ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ജനാഭിമുഖ കുർബാനയ്ക്ക് സമ്പൂർണ്ണ മുടക്ക് ഏർപ്പെടുത്താൻ മാർപ്പാപ്പ തീരുമാനിച്ചിരിക്കുന്നു. അസാധുവായ കുർബാന അർപ്പിക്കുന്നവരും പങ്കെടുക്കുന്നവരും സഭയിൽ നിന്നും പുറത്താകും എന്നുള്ളതാണ് വത്തിക്കാന്റെ തീരുമാനം. 400 വൈദികർക്കെതിരെ നടപടി വേണമെന്ന് പൊന്തഫിക്കൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാരണം ഇവരാണ് ഈ ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാർപ്പാപ്പയുടെ നിലപാട് മാറ്റമില്ലാത്തതാണെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വിമത വിഭാഗത്തെ ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്തു പോകുന്നവരിൽ നിന്നും പള്ളികളടക്കം ഒന്നും പിടിച്ചെടുക്കേണ്ട എന്നുള്ളതാണ് വത്തിക്കാന്റെ നിർദ്ദേശം. പക്ഷേ ഈ ഏകീകൃത കുർബാന അതർപ്പിക്കുന്ന നടപടിയിൽ വിട്ടുവീഴ്ച വേണ്ട എന്നും വത്തിക്കാൻ പറയുന്നു. ഡിസംബർ 25 എന്തായാലും ഏകീകൃത കുർബാന നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിട്ടുവീഴ്ചയില്ലാതെ ഇനി വിമതർക്ക് മുന്നോട്ട് ഒരടി പോകാനാകില്ല എന്നതാണ് അവസ്ഥ. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.